ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകല ബാലപാഠത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഡ്രോയിങ് ചെയ്യാം എന്നുള്ളതാണ്. ഡ്രോയിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് മോണോക്രോം എന്ന പെയിൻറ്റിങ് രീതി അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ഒരു സ്കെച്ചാണ് തയ്യാറാക്കേണ്ടത്. ഈ സ്കെച്ച് തയ്യാറാക്കുന്നതിന് ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു വര, ഇതിൻ്റെ മാക്സിമം വണ്ണത്തിനനുസരിച്ച് ഒരു സ്ക്വയർ തയ്യാറാക്കുന്നു. അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ താഴത്തെ വശം കൂടി നമ്മൾ അടയാളപ്പെടുത്തുന്നില്ലേ, അത് എവിടെ ഇരിക്കുന്നു, താഴ്വശം കൂടി നമ്മൾ അടയാളപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള പോർഷൻ ഇവിടെ വേണം. ഈ വണ്ണമുള്ള പോർഷൻ ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഒരുപാട് കൂടുതൽ അകത്തോട്ട് വീണ്ടും ചരിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നൊരു ചെറിയ ലെവൽ വന്നിട്ട് പിന്നീടാണിത് ഇങ്ങോട്ട് വെളിയിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്. വെളിയിലോട്ട് ചരിഞ്ഞിരിക്കുമ്പോഴും ഈ കാണുന്ന ലെവൽ ഇവിടെ നോക്കാമെങ്കിൽ ഇവിടെ ഒരുപാട് കൂടുതൽ വെളിയിലോട്ടോ ഇത്രയും വെളിയിലോട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ വരയ്ക്കുമ്പോൾ ആദ്യം ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ഹാൻഡിലൊഴിച്ച് ബാക്കിയുള്ളതിനെ ആദ്യം വരയ്ക്കുകയും അതിനുശേഷം നമുക്ക് ഈ ഹാൻഡിൽ രണ്ടാമത് പിന്നീട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം ഹാൻഡിൽ വേറൊരു പോർഷനായിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് കൃത്യമായി ഇത് എങ്ങനെയാണ്, എത്ര ലൈനുകൾ, എത്ര കണക്ഷനുകൾ, നേരെ ഇങ്ങ് പോന്നിരിക്കുകയല്ല, മറിച്ചുകൊണ്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, താഴെ ഒരു കട്ടിങ് ഉണ്ട് അല്ലേ. അതിനുശേഷം പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് വരുന്ന ഈ പോർഷനും, അങ്ങനെ ഇതിന് കുറേയേറെ കട്ടിങ്ങുകൾ. എങ്ങോട്ടാണ് കട്ടിങ് ഇരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ദൂരം ഇവിടെയാണ് വെളിയിലോട്ട് ഏറ്റവും തള്ളുള്ളത്, ഏറ്റവും വണ്ണം കൂടുതലുള്ള അവിടെ നിന്ന് ശകലം അകത്തോട്ട് ഇരിക്കുന്നു. അതിനുശേഷം കൂടുതൽ അകത്തോട്ട് പോകുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും തുല്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കൃത്യമായി ഒന്ന് വരച്ചെടുക്കുക. നല്ലൊരു ഡ്രോയിങ് ആദ്യം ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്കൊരു മോണോക്രോം എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ താഴ്വശം ഇവിടെയാണെന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു ഇത്രയും വേണം എന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു. രണ്ട് സൈഡും മുകൾവശവും താഴ്വശവുമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട് അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു. ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ, ഇതുപോലെയുള്ള സാധനങ്ങൾ വരയ്ക്കുമ്പോൾ, ഒന്നുകിൽ നമുക്കിതിൻ്റെ ഉയരം നമുക്ക് താല്പര്യമുള്ളതെടുക്കാം. ഉയരം നമുക്ക് താല്പര്യമുള്ളതെടുക്കുമ്പോൾ അതിൻ്റെ വണ്ണം നമുക്ക് താല്പര്യമുള്ളതെടുക്കാൻ കഴിയില്ല. കാരണം ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള കൃത്യമായ വണ്ണം വേണം അതിന് വരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉയരം നമ്മൾ എടുക്കുന്നു. അതിൻ്റെ വീതി അല്ലെങ്കിൽ വണ്ണം, അതിൻ്റെ കനം പാത്രത്തിന് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനനുസരിച്ച് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉയരവും ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിന് ശേഷം എൻ്റെ സെൻറ്ററിൽ കൂടി ഒരു വര, നമുക്ക് ഇവിടെയാണ് സെൻറ്റർ വേണ്ടതെങ്കിൽ ഇവിടെ. ഇനി ഹാൻഡിലും കൂടി വരയ്ക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി സെൻറ്റർ വേണമെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റി അതെവിടെ വേണോ അവിടേക്ക് നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വെറുതെ ഒന്ന് വരച്ചിരുന്നു. ഒരു നേർരേഖ, വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരച്ചിട്ട്. ഇനി നമുക്കിതിൻ്റെ വീതിയാണ് വേണ്ടത്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും തുല്യമായിട്ട് ആ വീതി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇത്രയും വീതി ഞാൻ എടുക്കുന്നു എന്ന് കരുതുക. ഇവിടെ നിന്ന് ഇത്രയും അകലം നമുക്ക് വേണം. അകലം ഒരു ചെറിയൊരു കഷ്ണം പേപ്പറിലോ ഒരു ചെറിയ സ്കെയിൽ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് അടയാളപ്പെടുത്തി എടുക്കാൻ കഴിയും. ഇപ്പം ഞാനൊരു കഷ്ണം പേപ്പർ എടുത്ത്, വെറുതെ ഒരു പേപ്പർ നോക്കിയറിയാം. ആ പേപ്പറിൻ്റെ എൻഡ് ഇവിടെ വെച്ചു. ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തി. ആ അടയാളപ്പെടുത്തി ഇവിടോട്ട് പേപ്പറിൽ അടയാളപ്പെടുത്തിയിട്ട് ഇപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യം വരും അല്ലേ.
അത് തന്നെ ഇവിടെയും നമ്മൾ ഇപ്പുറത്തോട്ട് വെച്ചു, അത് തന്നെ ഇപ്പുറത്തോട്ടും വെച്ചു. ഇപ്പോൾ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ആ ഒരു പോർഷനിലേക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി. ഇവിടെയുണ്ട്, അത് ഒന്ന് ലെവലിന് അടയാളപ്പെടുത്തുന്നു. തെളിയൊന്നും വേണ്ട, ചുമ്മാ ഒരു തോന്നൽ വന്നാൽ മതി നമുക്കിവിടെ. ഓക്കെ, ഇത്രയും കിട്ടി. ഇതിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ഭാഗം ഇതായിരിക്കും. ഈ വണ്ണമുള്ള ഭാഗം, അതിന് താഴോട്ട് നമുക്ക് പാത്രത്തിൻ്റെ ബാക്കി ഭാഗവും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ണമുള്ള പോർഷൻ്റെ, ഏറ്റവും വണ്ണമുള്ള പോർഷൻ്റെ ഇവിടെയാണെന്ന് നമ്മൾ കരുതി ജസ്റ്റ് നേരെ ഒരു വര വരച്ചു ഇങ്ങോട്ട്, ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം അതിനെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങോട്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ചെറിയൊരു വളവേ ഉള്ളൂ, പെട്ടെന്ന് കാണാൻ കഴിയില്ല, എങ്കിലും ജസ്റ്റ് വളവ് ഇവിടെ ഉണ്ട്. ഒറ്റ ലെവലിന് ഇരിക്കുകയല്ല, നേരെ ഇരിക്കുകയല്ല, മറിച്ച് സെൻറ്റർ കൊണ്ട് ഇച്ചിരി വെളിയിലേക്ക് തള്ളി ഇങ്ങോട്ടിരിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഈ പേപ്പറിൽ അടയാളപ്പെടുത്തി ഇപ്പുറത്ത് വെച്ച്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടി. ഇനി ഇതിൻ്റെ ഇവിടം വേണമെങ്കിൽ അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി ഒരു ചെറിയൊരു പോയിൻ്റ് കൊടുത്താൽ ആ പോയിൻറ്റിലേക്ക് ഇങ്ങോട്ട് വരുന്നു, അത് ഇങ്ങോട്ടും വരുന്നു. ഇപ്പോൾ രണ്ട് കട്ടിങ്ങിൻ്റെ രീതിയിൽ നമുക്ക് ഈ സാധനത്തിനെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത്, ഇത്രയും വണ്ണമില്ല ഇവിടെ അല്ലേ, ചെറിയൊരു വ്യത്യാസം, ഇച്ചും കൂടെ മുകളിലേക്ക് മാറി. ഇവിടെയും അതുപോലൊരു കട്ടിങ്, അവിടെ നമ്മൾ നേരെ ഒന്ന് വരച്ചു. ഈ നേരെ പോയിട്ടുള്ളവരേക്കാൾ ശകലം കുറച്ച് മതി ഇവിടം വരുന്നത്. ചെറിയൊരു തോന്നലേ ഉള്ളൂ, പക്ഷേ ചെറിയ തോന്നലാണെങ്കിലും അത് അങ്ങനെ തന്നെ ഇരുന്നെങ്കിലേ ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളഞ്ഞ് കറങ്ങിയിരിക്കുകയാണെന്ന് അതുള്ളൂ. ഇനി ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഇതിൻ്റെ ഒരു ഹൈറ്റിലേക്ക് പോകുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ഇത്രയേ കുറഞ്ഞുള്ളൂ, ഇവിടെ ഇത്രയും കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ കാഴ്ചയിൽ കാണുന്ന അകലമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ചായ്വ്, ഈ ദൂരം സെയിം നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പേപ്പർ വെച്ച് പേപ്പറിൻ്റെ അളവെടുത്തു, അത് കൃത്യമായി ഇപ്പുറത്ത് വരച്ചു. നോക്കിയേ, ഇവിടെ ഏകദേശം ഇങ്ങനൊരു ചായ്വുണ്ട്, ഇവിടെയും ആ ചായ്വുണ്ട് അല്ലേ. അത് ഇതിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അത് ഇവിടെ ഒരു നേർരേഖ പോലെ നമ്മൾ വരച്ചിടും. രണ്ട് വശവും ഒരുപോലെ വരത്തക്ക വിധത്തിൽ, രണ്ട് വശവും ഒരുപോലെ വരത്തക്ക വിധത്തിൽ അപ്പുറവും നമ്മൾ അടയാളപ്പെടുത്തി അത് അത്രയും വരച്ചു. അതിനുശേഷം അതിൻ്റെ കഴുത്ത് പോർഷൻ വരുന്നത് നേരെ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നേരെ നിൽക്കുന്നു, അത് നേരെ നിൽക്കുന്നു. അപ്പോഴും നമ്മൾ നോക്കണം ഇതിൽ നിന്ന് എത്രമാത്രമാണ് ഇങ്ങോട്ട് അകലമുള്ളത്, അത്രയും തന്നെ അകലം ഇപ്പുറത്ത് കൊടുക്കുക. അത് നമ്മൾ ഒരു ലൈനിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പ് ഭാഗം, ഈ ടോപ്പിലേക്ക് പോകുന്നത് മുകൾ വശം എനിക്ക് അതിൻ്റെ ഉൾവശം കാണാൻ കഴിയില്ല, ഏകദേശം ഒരു ലെവലിനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വരച്ചതിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിൽ ഒരു വര നമ്മളിവിടെ കണക്ട് ചെയ്ത് ഇങ്ങനെ നേരെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചായ്വ് ഇവിടെ നിന്ന് എന്തോ ഉണ്ട് എന്ന് നോക്കിയാൽ ഇവിടുത്തെ അത്രയും ചായ്വ് ഇവിടെ ഇല്ല, കുറച്ചും കൂടെ കുറഞ്ഞിരിക്കുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നു. ആ ഒബ്ജക്റ്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു ചായ്വിലാണ് നിൽക്കുന്നത്. ഇങ്ങേ വശത്തും അതുപോലെ തന്നെ ഒരു ചായ്വിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പുറത്തെ ചായ്വ് എന്താണ്, ഇവിടെ നിന്ന് അതിൻ്റെ ഷേപ്പിൽ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നീളം കൂടുതലുണ്ട്. ഒരു വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ട് ആ ലെവലിലാണത് പോയിരിക്കുന്നത്. ഇവിടെ നേരെയാണ് വരെയെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചായ്വ് കൊടുക്കുന്നു. ഇവിടെയും ജസ്റ്റ് ഒരു
ചായ്വ് വളച്ചു കൊടുക്കുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തേത് കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് സെൻറ്റർ കൊണ്ട് താഴേക്ക് വരും. ഇവിടെ അതുപോലെ തന്നെ കുറച്ചും കൂടെ താഴേക്ക് വരും, കുറച്ചും കൂടെ താഴേക്ക്. ഇവിടെ അതുപോലെ തന്നെ കുറച്ചും കൂടി താഴേക്ക് വരും. ഏകദേശം ഇത് ഉരുണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ നേരെ താഴെ നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്താമെങ്കിൽ ഇതിൻ്റെ ഉയരം നമുക്കിവിടെ കിട്ടും. അത് നമുക്ക് കണ്ടുകൊണ്ട് എത്രയാണ് ഉയരം അത് നമ്മൾ ഈ പാത്രവുമായി ബന്ധിച്ച് ഒന്ന് നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന എൻഡ്, ഈ പോകുന്ന ലൈൻ എവിടെയാണ് വന്ന് മുട്ടി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പുറത്ത് നമ്മൾ ആദ്യം വരച്ച വരയിലേക്കുള്ള ദൂരം, ആ ദൂരം കൃത്യമായി അടയാളപ്പെടുത്തണം. ഓക്കെ, ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി അല്ലേ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമ്മളായിട്ട് തന്നെ ചെയ്ത പോയിൻ്റാണ്, മറിച്ച് ഇത് നമ്മളവിടെ കണ്ടുകൊണ്ട് ചെയ്യുന്ന പോയിൻ്റ്. അങ്ങനെ 3 പോയിൻ്റുകൾ കിട്ടി. ഈ 3 പോയിൻ്റുകളെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഒരു ഓവൽ ഷേപ്പ് വൃത്തം നമുക്ക് കിട്ടും. ഇതപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ വരച്ചേക്കുക, വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഈ വരയുടെ എൻഡ് പോയി നിൽക്കുന്നത് അപ്പുറത്തേക്ക് കറങ്ങി വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. ഇനി നോക്കാം, ഇതിന് ജസ്റ്റ് ഒരു കനം, മെറ്റലിൻ്റെ ഒരു കനം ഉണ്ട്. ആ കനം കൂടി നമ്മൾ അതേ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ലെവലിൽ കാണിക്കാം. ഇനി നേരെ തന്നെ നിൽക്കുന്നു, ഇങ്ങനെ വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മുകളിൽ കൂടെ വരച്ചത് ഒന്ന് തുടച്ച് കളയും. കാരണം നമുക്കത് കാണാൻ പറ്റത്തില്ല. ഇത് എറേസ് ചെയ്ത് നമ്മളൊന്ന് മാറ്റുകയാണ്. കാരണം ഇത് സ്റ്റീൽ പാത്രമായതുകൊണ്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് അപ്പുറം കാണാൻ കഴിയില്ല. കുറച്ച് അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. കണ്ണാടി പോലെ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കാണാനും കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ഇത് സ്കെച്ച് നമ്മൾ ഇത്രയും റഫായിട്ടൊന്ന് ചെയ്തു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന പോർഷൻ. ഈ ഏറ്റവും വെളിയിൽ നിന്ന് നേരെ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഒരു ലൈൻ നമ്മൾ ക്രമീകരിച്ച് നോക്കാമെങ്കിൽ അതിനേക്കാൾ ഏതാണ്ട് ഈ പാത്രത്തിൻ്റെയും ഈ ഹാൻഡിലിൻ്റെയും ഏതാണ്ട് നടുക്കുകൂടിയാണ് ഈ ഒരു ലൈൻ നമ്മൾ ആദ്യമേ വരച്ചെന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഏകദേശം തുല്യമായ ഒരകലം ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇവിടെ നിന്ന് ഈ അകലം, ഇവിടെ നിന്ന് ഈ ഒരകലം നമ്മൾ ഈ പേപ്പറിലൊന്ന് പിടിച്ചിട്ട് അത് ഇപ്പുറത്തോട്ടും കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കതിന് ഒരു ചെറിയൊരു അടയാളപ്പെടുത്തി വിട്ടു. പിന്നെന്താണ് നോക്കണ്ടേ, അതിൻ്റെ ചായ്വും ഒക്കെ നോക്കണം. ഈ ഹാൻഡിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അത് വേണ്ടി ഈ ടോപ്പ് പോർഷൻ അല്ലേ, അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് അത് തുടങ്ങിയേക്കുന്നത്. തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു, ഈ പറയുന്ന ആ പോയിന്റിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടു, ഇതിൻ്റെ ലെവലും കണ്ടു. ഇനി നോക്കിയാൽ ഈ സംഗതി ഈ ഹാൻഡിൽ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മടക്ക് വരയുടെ താഴെയായിട്ടത് വന്ന് നിൽക്കുന്നു അല്ലേ. നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ അളവ് എവിടെയായിരിക്കണം ഈ ഹാൻഡിൽ എന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഇത് വന്ന് നിൽക്കുന്നു. ഇനി എന്താണ് വേണ്ടത്, ഈ ഹാൻഡിലിൻ്റെ വണ്ണമാണ് ഏകദേശം ഇത്രയും വണ്ണം. ആ വണ്ണം ഒരു ആവറേജ് വണ്ണത്തിൽ അത് നേരെ ഇവിടം വരെ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഇതൊരു പൈപ്പാണ്. ഈ സാധനം പൈപ്പിൻ്റെ സെൻറ്റർ കൊണ്ട് ഇങ്ങനെ പരന്ന് വന്നിട്ടാണ് ഇതിവിടെ നിൽക്കുന്നത്. എന്താ പറയുക, രണ്ട് വശവും പരത്തി ഉപയോഗിച്ചിരിക്കുന്നു. അത് ഇതിലോട്ട് സ്ക്രൂ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്തിരിക്കുന്നു, എന്തെങ്കിലും അവിടെ. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ വീതിയും കൂടി ഇതിൻ്റെ കൂടെ എടുത്തിട്ട് ഇതിനെ നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരുന്നു.
ഏകദേശം അത് സെൻറ്ററിൽ വരുന്നു. ഇവിടെ ഇങ്ങനെ സംഭവം വരുന്നു. അപ്പം നോക്കി എൻ്റെ ഷേപ്പ് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാമെങ്കിൽ നല്ല ഒരു ഹാൻഡിലായിട്ടത് മാറും. ഹാൻഡിലൊക്കെ വീഴുന്ന ലൈറ്റ് ഷെയ്ഡും ഒക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ വരച്ചെടുക്കാനൊക്കെ ഇച്ചിരി പ്രോബ്ലമുള്ള സംഗതിയായിട്ട് മാറും. ഇത്രയും വരച്ചതിന് ശേഷം ഇവിടുത്തെ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ഈ ലെവലിൽ നിന്ന് വെളിയിലേക്കൊരിച്ചിരി തള്ളിയാണ് ഇവിടം വരുന്നത്. അപ്പോൾ ആ ലെവലിൽ നിന്ന് അത് ആക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഈ വരയിൽ നിന്ന് ഒരു ശകലം ജസ്റ്റ് വെളിയിലേക്ക് തള്ളലുണ്ട്. ആ തള്ളൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വരുന്ന ഈ ചായ്വുകളൊക്കെ ഒറ്റ നോട്ടത്തിലൂടെ കട്ടിങ് ആയിട്ടൊന്നും തോന്നില്ല, മറിച്ച് ചായ്വുണ്ട്. അതാ ഇതിൽ വീഴുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ കാണുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ഇവിടുത്തെ ലൈൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടുത്തെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, ചായ്വുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്കെച്ച്, ഒരു റഫായിട്ടുള്ളൊരു സ്കെച്ച് നമ്മളിപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഈ റഫ് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഒരു നല്ല സ്കെച്ചിലേക്ക്, ഒരു ഫിനിഷ് ചെയ്യുന്ന നല്ല ഒരു സ്കെച്ചിലേക്ക്, ഇതിനകത്തുള്ള എല്ലാ അപാകതകളും മാറ്റി ഒരു നല്ല ഡ്രോയിങ്ങിലേക്ക് ചെല്ലുകയും, അത് നമ്മൾ കളർ ചെയ്യാനാണെങ്കിൽ ഇച്ചിരി നല്ല പേപ്പറിൽ, വാട്ടർ കളറൊക്കെ ചെയ്യുന്ന ഇച്ചിരി കൂടി നല്ല പേപ്പറിൽ നമുക്കതൊന്ന് സ്കെച്ച് ചെയ്യണം. സ്കെച്ച് ചെയ്തിട്ട് അതിനെ നമുക്കൊരു മോണോക്രോമാക്കി മാറ്റുകയും വേണം. അപ്പോൾ നമുക്കിതൊരു നല്ല സ്കെച്ചിലേക്ക് വീണ്ടും ഞാനൊന്നുകൂടെ വരയ്ക്കാം. അതിനുശേഷം എങ്ങനെയാണ് മോണോക്രോ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റഫ് പേപ്പറിൽ ചെയ്ത വർക്ക് തന്നെ ഇച്ചിരി നല്ല വാട്ടർ കളർ ചെയ്യുന്ന പേപ്പറിലേക്ക് നമ്മൾ സ്കെച്ച് മാറ്റിയിട്ടുണ്ട്. ഈ സ്കെച്ച് നേരത്തെ നമ്മൾ റഫ് പേപ്പറിൽ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി വൃത്തിയായി ചെയ്യാൻ നമുക്ക് കഴിയും. കാരണം അതിനകത്തുള്ള പാളിച്ചകൾ എന്തൊക്കെയാണോ അതെല്ലാം ഒന്ന് മാറ്റി പുതിയതായി നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം. ഒരു പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ റഫായിട്ട് ചെയ്യുന്നതിനകത്തുള്ളൊരു പ്രശ്നം നമുക്കറിയാം. അത് ഒരു പക്ഷേ എന്തൊക്കെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ വരച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അത് വരയ്ക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ അതിൽ നിന്നും മാറ്റി കുറച്ചും കൂടെ ക്ലിയറായിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് പറ്റിയിട്ടുണ്ടോ, പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ, അതെല്ലാം ഒന്ന് മാറ്റി വേണ്ടുന്ന കറക്റ്റായിട്ട് നമ്മളൊരു സ്കെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടറിയാം, ഇത് ഒരു കളർ മാത്രം ഉപയോഗിച്ചാണ് ഇതിന് ഞാൻ കളർ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കളർ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോക്രോ എന്ന് വിളിക്കുന്നത്. എന്താണ് മോണോക്രോ? ഒറ്റ കളർ. യഥാർത്ഥത്തിൽ ഇതിന് രണ്ട് കളറുണ്ടല്ലേ, ലൈറ്റും ഉണ്ട്, ഷെയ്ഡും ഉണ്ട്. നമ്മൾ ഒരു കളറാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഇതിനകത്ത് ആവശ്യമായ ലൈറ്റും ഷെയ്ഡുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഈ പേപ്പറിൻ്റെ വെള്ളയാണ്, വൈറ്റാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. കൂടുതലും നല്ല മൊത്തം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് വെള്ളം, ജലവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കളറിൻ്റെ കളർ ടോൺ കുറഞ്ഞ് വരുന്നു. വെള്ളം കൂടുന്തോറും അതിൻ്റെ ടോൺ കുറഞ്ഞ് വരികയും ആ ടോണിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ടോൺ കുറയുക എന്ന് പറയുന്നത് പേപ്പറിൻ്റെ വൈറ്റ് കൂടി ആ കളറിനകത്തിൽ കൂടെ കാണുന്നത് കൊണ്ടാണ്. അതേസമയം നമ്മൾ അക്രിലിക്കോ ഓയിൽ കളറൊക്കെ ഉപയോഗിച്ച് മോണോക്രോം ചെയ്യുന്നതിന് എന്താ സംഭവിക്കുന്നത്? അതിന് നമുക്കിങ്ങനെ പേപ്പറിൻ്റെ വൈറ്റോ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വൈറ്റ് കളറായിരിക്കും ഉപയോഗിക്കുന്നത്. അക്രിലിക് കളർ നമുക്കറിയാം ഒപ്പേക്ക് കളറാണ്. അതിന് എന്താണ്, പ്രകാശത്തെ കടത്തിവിടാൻ കഴിവില്ലാത്ത, അടിയിലുള്ള കളറുകളെ പുറത്ത് കാണിക്കാത്ത എന്ന് പറയാം. ആദ്യം ചെയ്ത കളറിൻ്റെ മണ്ടയ്ക്കൊരു കളർ ചെയ്താൽ
ആ മുകളിൽ ചെയ്യുന്ന കളർ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. മറിച്ച് വാട്ടർ കളറിന് അങ്ങനെയല്ല. ആദ്യം ചെയ്ത കളറും കൂടി രണ്ടാമത് ചെയ്ത കളറിനകത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് കളർ എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഈ മോണോക്രോം ചെയ്യുന്നതിന് ഒരുപാട് കളർ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് പൈൻ ഗ്രേ എന്ന് പറയുന്നൊരു കളറാണ്. പൈൻ ഗ്രേ, ഗ്രേ കളറാണ്. എന്നാൽ മോണോക്രോം ചെയ്യുന്നതിന് ഒരുപാട് മറ്റ് കളറുകൾ ഉപയോഗിക്കാറുണ്ട്. ബേൺസിന കളർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സെപ്യ എന്ന് പറയുന്ന കളർ ഉപയോഗിക്കാറുണ്ട്. ബേൺഡ് അംബർ ഉപയോഗിക്കാറുണ്ട്. നല്ല ഡാർക്ക് ബ്ലൂയിഷ് കളർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മോണോക്രോ ചെയ്യാൻ കഴിയും. നല്ല രസകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിലൊക്കെ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഈ മോണോക്രോം വലിയ സഹായമാണ്. കളർ പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ തന്നെ പ്രയാസമുള്ള ഒരു ചിത്രരചന രീതി കൂടിയാണ് മോണോക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണോക്രോം നമുക്ക് സമയമെടുത്ത് നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഐഡിയ മനസ്സിലായല്ലോ? മോണോക്രോം എന്തുവാണെന്ന് മനസ്സിലായല്ലോ? മോണോക്രോം എന്ന് പറയുന്നത് ഒറ്റ കളർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചിത്രരചന രീതിയെ വിളിക്കുന്ന പേരാണ് മോണോക്രോം. ഓക്കെ, നമുക്കിനിയൊരു ചെറിയ പാട്ടുമൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഈ വർക്ക് കാണാം. അപ്പോൾ നമ്മുടെ മോണോക്രോം വർക്ക് ഏതാണ്ടൊക്കെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മോണോക്രോം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. മോണോക്രോം എന്ന് പറഞ്ഞാൽ ഒറ്റ കളർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റും ഷെയ്ഡിങ് ചെയ്ത് എടുക്കുന്ന ചിത്രരചന രീതിയെ വിളിക്കുന്ന പേരാണ് മോണോക്രോം. നമ്മളെപ്പോഴും അതിൻ്റെ ലൈറ്റ് ഷെയ്ഡുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുത്തുന്നത്. വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ അതിന് ഒരു ഒറ്റ കളർ മാത്രം ഉപയോഗിക്കുക, ബാക്കി ജലം കൂടുതൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന വർക്കാണ് മോണോക്രോം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് പാസ്സാക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി.